ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അത് ഏറ്റെടുക്കുക അതിലെ പ്രധാന അഭിനേതാക്കളുടെ ഫാൻസുകാരാണ്. അവരാണ് അതിന് കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത്. മൗത്ത് പബ്ലിസിറ്റിക്ക് ചെറുതല്ലാത്തൊരു സ്ഥാനം സിനിമാ വിജയത്തിനുണ്ട് എന്നത് സത്യമാണ്. മുൻകാലങ്ങളിൽ അത് അടുത്ത ആളുകൾ തമ്മിലാണെങ്കിൽ ഇപ്പോഴത് ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മാത്രം. പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളാണ് ഒരു സിനിമയുടെ ഉയർച്ചയും താഴ്ചയും നിശ്ചയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പലപ്പോഴും ഇവർ പറയുന്നത് സത്യമാവാറില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. പൊതുവെ ഒരു പ്രധാന നടൻ അഭിനയിച്ച സിനിമകൾക്കൊക്കെ കേൾക്കുന്ന പേരാണ് പടം 100 കോടി ക്ലബിൽ കയറി എന്നത്. എന്നാൽ 100 കോടി ക്ലബും പാൻ ഇന്ത്യൻ ട്രാഗുമെല്ലാം വെറും വീരവാദം മാത്രമാണെന്നും പല പടങ്ങളുടെയും യഥാർത്ഥ കളക്ഷൻ അറിഞ്ഞാൽ ഞെട്ടിപ്പോകുമെന്നുമാണ് അടുത്തിടെ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞത്. ഇനി മുതൽ ഓരോ സിനിമകളും നേടുന്ന തിയേറ്റർ കളക്ഷൻ പുറത്തുവിടുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ഫെബ്രുവരിയിലെ തിയേറ്റർ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത 16 സിനിമകളിൽ 12 സിനിമകളും നഷ്ടമാണെന്ന് അസോസിയേഷൻ പറയുകയുണ്ടായി. 73 കോടി രൂപ മുതൽ മുടക്കിൽ 16 സിനിമകളാണ് ആകെ റിലീസ് ചെയ്തത്. അതിൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് തിരികെ എത്തിയത് 23 കോടി രൂപ മാത്രമാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുകയുണ്ടായി. 1.5 കോടി മുടക്കിയ ലവ് ഡെയിൽ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ലഭിച്ചത് വെറും 10,000 രൂപ മാത്രമാണെന്നും സംഘടന പറയുന്നുണ്ട്. മറ്റ് സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും നോക്കുമ്പോൾ 63 ലക്ഷമേ ബജറ്റിൽ ഒതുങ്ങിയ ചിത്രമായ ഇഴയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് 45,000 രൂപയാണ്. ജോർജ് ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിർ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കിയ നാരായണീൻ്റെ ആൺമക്കൾ എന്ന ചിത്രവും തിയേറ്റർ പരാജയമായിരുന്നു. 5 കോടി 48 ലക്ഷം രൂപ ബജറ്റിൽ ഇറക്കിയ ചിത്രത്തിന് തിയേറ്റർ ഷെയറായി ലഭിച്ചത് 33.5 ലക്ഷമാണ്. മാത്യു തോമസ്, അർജുൻ അശോകൻ, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ എന്നിവരെല്ലാം ചേർന്ന് അഭിനയിച്ച ബ്രോമൻസ് 8 കോടി ബജറ്റിലാണ് ഒരുങ്ങിയത്. എന്നാൽ അതിന് തിയേറ്റർ ഷെയർ വെറും 4 കോടി രൂപ മാത്രമാണ്. പെപ്പെ നായകനായി എത്തിയ ദാവീദിൻ്റെ ബജറ്റ് 9 കോടിയും തിയേറ്റർ ഷെയർ 3.5 കോടിയുമാണ്. ഏറെ പ്രതീക്ഷയോടെ എത്തിയ അനശ്വര രാജൻ ചിത്രം പൈങ്കിളിയും പരാജയമായിരുന്നു. 5 കോടി മുടക്കിയ ചിത്രത്തിന് തിയേറ്റർ ഷെയർ 2.5 കോടി മാത്രമാണ് ലഭിച്ചത്. അതേസമയം വലിയ സ്വീകാര്യതയാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ലഭിച്ചത്. 13 കോടി ഇറക്കിയ ചിത്രത്തിന് 11 കോടി രൂപ തിരിച്ച് ലഭിച്ചു. അതുപോലെ 3 കോടി 40 ലക്ഷം ഇറക്കിയ ചാട്ടുളിക്ക് 32 ലക്ഷം, 9 കോടി ഇറക്കിയ ഗെറ്റ് സെറ്റ് ബേബിക്ക് 1 കോടി 40 ലക്ഷം, 25 മുടക്കിയ ഉരുളിക്ക് 1 ലക്ഷം, 5 കോടി 12 ലക്ഷം മുടക്കിയ മച്ചാൻ്റെ മാലയ്ക്ക് 40 ലക്ഷം, 1 കോടി 50 ലക്ഷം മുടക്കിയ ആത്മസഹോയ്ക്ക് 30,000, 1 കോടി 50 ലക്ഷം മുടക്കിയ അരികിന് 50,000, 5 കോടി 74 ലക്ഷം മുടക്കിയ ഇടി മഴ കാറ്റിന് 2 ലക്ഷം തുടങ്ങിയതാണ് കണക്കുകൾ. ഈ കണക്കുകൾ നോക്കുമ്പോൾ നിർമ്മാതാക്കൾ സമരം തുടങ്ങിയതിന് ഒരു തെറ്റും പറയാനാവില്ല എന്ന് വേണം പറയാൻ. ഇത്രയ്ക്ക് നഷ്ടം വരുമ്പോഴും പ്രധാന അഭിനേതാക്കൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി എല്ലാം 100 കോടി എന്ന് പുറത്തു വരുന്നു. ഏറ്റവും രസകരം, ഇത്രയ്ക്കൊക്കെ പണച്ചിലവുണ്ടെങ്കിലും അത് സമ്മതിച്ച് അതിനനുസരിച്ച് പ്രതിഫലം കുറയ്ക്കാൻ നടന്മാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. ഈ അവസരത്തിൽ ഈ മാസം 27 തിയേറ്ററിൽ വരാൻ പോകുന്ന എമ്പുരാൻ എങ്കിലും നിർമ്മാതാക്കളുടെ കണ്ണീർ തുടയ്ക്കുമെന്നാണ് പ്രതീക്ഷ.